പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കളങ്കാവൽ എന്ന ചിത്രം, ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. മികച്ച ഒരു ചിത്രമായിട്ട് പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത്. നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് ആണ് എനിക്ക് തോന്നിയത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് വിനായകനും മമ്മൂട്ടിയും പ്രധാന കഥാപാത്രങ്ങളിലായി എത്തുന്ന ചിത്രം, അത് തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് വളരെ നാളിന് ശേഷം ആദ്യ ദിന കളക്ഷനിലൊക്കെ ഒരു വമ്പൻ കുതിപ്പ് നേടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ട് ചിത്രങ്ങൾ, 2025 ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ തികഞ്ഞ പരാജയമാകുമ്പോൾ ഈ ചിത്രത്തെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായൊരു കുതിപ്പാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചുള്ളത്. അദ്ദേഹം വില്ലനായി വരുന്ന ചിത്രത്തിലൂടെയാണ് എന്നുള്ളതും രസകരമായ സംഗതിയാണ്. ഏതായാലും വേൾഡ് വൈഡ് കളക്ഷനും കേരള കളക്ഷനും കൃത്യമായിട്ടുള്ളത് വന്നിട്ടുണ്ട്. അപ്പം കേരള കളക്ഷൻ ഇന്നലെ 4,90,00,000 രൂപയാണ് ഇന്നലെ കേരളത്തിൽ നിന്ന് ഈ ചിത്രം നേടിയത്. ഏകദേശം 5 കോടിക്ക് മുകളിലൊക്കെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. അതിൽ ഇച്ചിരി കുറവായിട്ടാണ് കാണിക്കുന്നത്, 4,90,00,000. കർണാടകത്തിൽ നിന്ന് ഈ ചിത്രം നേടിയത് 50 ലക്ഷം രൂപയാണ്. ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് നേടിയത് 5 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 30 ലക്ഷം നേടിയ ഈ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ ഹിന്ദി മേഖലയിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് നേടിയത്. അങ്ങനെ ടോട്ടൽ ഹിന്ദി ബെൽറ്റിൽ നിന്നും കേരള ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇത് നേടിയത് 95 ലക്ഷം രൂപയാണ് ഇന്നലെ ഒരു ദിവസം. കേരളത്തിൽ നിന്ന് 4,90,00,000 ആണ് ഇത് നേടിയത്. വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഓവർസീസ് കളക്ഷനായിട്ട് കാണിക്കുന്നത് 7,65,00,000 രൂപയാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ മികച്ചൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് നേടുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മലയാള സിനിമ നേടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ടോട്ടൽ 13,50,00,000 രൂപയാണ് ഈ ചിത്രം ആദ്യ ദിനം കളക്ട് ചെയ്തത്. ഇതിലെ 7,65,00,000 ഓവർസീസിൽ നിന്ന് നേടിയതിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് 4,90,00,000 നേടിയെങ്കിൽ അതിനേക്കാൾ മികച്ച കളക്ഷനാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ ചിത്രം നേടിയത് എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഈ ചിത്രം മികച്ച പ്രതികരണം നേടും എന്ന്. പ്രത്യേകിച്ച് മലയാള ചിത്രങ്ങളെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ മികച്ച പ്രതികരണമായിരുന്നു നേടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് 27-ാം തീയതി ഈ ചിത്രം റിലീസ് ചെയ്തിരുന്നെങ്കിൽ അന്ന് പലരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഗൾഫ് മേഖലയിൽ തുടർച്ചയായിട്ട് 5 ദിവസം അവധി ഉള്ള സമയമാണ്. അപ്പോൾ അന്ന് റിലീസ് ചെയ്യണമായിരുന്നു എന്ന് ഗൾഫ് മേഖലയിൽ നിന്ന് മമ്മൂട്ടിയുടെ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ടാലും ഈ കളക്ഷനെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ചത് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പം റീസെയിൽ കളക്ഷനത്തിൽ 1,86,00,000 രൂപയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം 3.5-4 കോടി റേഞ്ചിലേക്ക് ഈ ചിത്രം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ദിവസമായ ശനിയാഴ്ച ഇന്ന് 7,830 ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റ് പോകുന്നതായിട്ട് ഇപ്പം കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചില സമയത്ത് 10,000 ഒക്കെ വരുന്നുണ്ട്. എന്നാലും മികച്ച രീതിയിൽ തന്നെ ഈ ചിത്രം മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ സാധാരണ ചിത്രങ്ങൾക്ക് കിട്ടുന്ന കളക്ഷൻ, ഒരു പോസിറ്റീവ് കിട്ടിയ ചിത്രങ്ങൾക്ക് കിട്ടുന്ന കളക്ഷൻ ഇത് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചത്തെ കളക്ഷൻ തന്നെയാണ് നോക്കേണ്ടത്. വേഗം 50 കോടിയിലെത്തുന്ന മമ്മൂട്ടിയുടെ ഒരു മലയാള ചിത്രമായി ഇത് മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇന്നും ഏകദേശം നമ്മുടെ കണക്കൂട്ടനുസരിച്ച് 10 കോടി ലെവൽ തന്നെയാണ് ഇന്ന് ചിത്രത്തിൻ്റെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 ദിവസം കൊണ്ട് ഏകദേശം 24-25 കോടിയിലേക്ക് ഈ ചിത്രം എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വളരെ നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ് നാളെയും തിങ്കളാഴ്ച എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ചിത്രങ്ങളിലെയും കളക്ഷൻ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഏതായാലും ഇതൊരു ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ റണ്ണിങ് ആണ്, റണ്ണിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഡേറ്റ് ഇല്ല. കാരണം അടുത്ത ബബ്ബബ എന്ന ചിത്രം ഇറങ്ങുന്നത് വരെ 18-ാം തീയതിയാണ് ഇറങ്ങുന്നത്.
അതുപോലെ അടുത്ത ആഴ്ച എന്ന് പറയുന്നത് ഇലക്ഷൻ സമയമാണ്. അങ്ങനെയൊക്കെയുള്ള ചില തിരിച്ചടികൾ ചിത്രം നേരിടുന്നുണ്ട്. അതൊക്കെ മാറ്റി ഈ ചിത്രം വമ്പൻ കുതിപ്പ് നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പലരും ആഗ്രഹിക്കുന്നതും നമ്മളും ആഗ്രഹിക്കുന്നതും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ആദ്യ 100 കോടി ആകട്ടെ കളങ്കാവൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ കൊണ്ട് കാര്യമില്ലല്ലോ, അത് ഈ നിർമ്മാതാക്കളും കൂടെ വിചാരിക്കണമായിരുന്നു. ആദ്യം 100 കോടി എനിക്ക് തോന്നുന്നു 27-ാം തീയതി റിലീഫ് ചെയ്തിരുന്നെങ്കിൽ മമ്മൂട്ടിയുടെ ആദ്യം 100 കോടിയിലേക്ക് ചിത്രം എത്തുമെന്ന് നിസ്സംശയം പറയാൻ പറ്റിയേനെ. ഇപ്പം നമ്മൾ സംശയത്തിൻ്റെ പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം ഈ ചിത്രം നേടിയത് 13,50,00,000 രൂപയാണ്. അപ്പം വരും മണിക്കൂറിൽ ഇന്നത്തെ പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.